ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ഉണ്ടല്ലോ, ഈ വാട്സപ്പിൽ നമുക്ക് ചിലപ്പോൾ കുറേ ഗ്രൂപ്പ് ഉണ്ടാവും, ഇതിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നമ്മൾ ചില മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ സ്റ്റോറേജ് ഫുള്ളാവും, ചിലപ്പോൾ ആ മെസ്സേജ് കൊണ്ട് നമുക്ക് ശല്യങ്ങളാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കത് ലോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്ത് ആവും. അപ്പോൾ തന്നെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് പരമാവധി ഞാൻ ലെങ്ത് ആവാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കേണ്ടി വരും. പക്ഷേ ഞാൻ പറ്റുന്ന പോലെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് പറ്റുന്ന പോലെ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൽ കുറേ ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ ഇതൊരു ഗ്രൂപ്പാണ്. ഇപ്പോൾ ഇത് അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. എന്താ ചുറ്റുള്ള അനൗൺസ്മെൻറ്റ് കാണുന്നു ഈ സംഭവം. പിന്നെ അതേപോലെ നമ്മുടെ നാടെന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ ഉള്ളത് സംഭവമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ നാടാണിത്. ആ ഗ്രൂപ്പാണ്. നമ്മുടെ അയൽപക്കം, ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും ഉണ്ട് ആ ഗ്രൂപ്പിൽ. ഓക്കെ, പിന്നെ ഇത് ലൈവ് സൂപ്പർ മാർക്കറ്റ്. ഇത് ചെർപ്പശ്ശേരിയിലത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ആ അനൗൺസ്മെൻ്റ് ആണ് കേട്ടോ. ചെർപ്പശ്ശേരിയിലത്തെ ഒരു സൂപ്പർ മാർക്കറ്റ്, അയ്യപ്പൻകാവിൻ്റെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടുത്തെ ആ സംഭവമാണ്. അതേപോലെ വർക്ക് ഫ്രം യുവർ ഹോം, അതിപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പാണ്. ഓക്കെ, ഞാനിപ്പോൾ വേറൊരു കാര്യം കാണിച്ചത്. ഇതിന്ന് ഈ സംഭവത്തിൽ നമുക്ക് ഫുള്ള് ഒരു എപ്പോഴും ഇതിൽ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ 2-3 സംഭവം ലോക്കാക്കി വെച്ചിരുന്നു. ആ സംഭവം ലോക്കാക്കി കാണിച്ചുതരാം എനിക്ക്. ഇതിൽ തൊടുക. ഇതിൽ തൊടുമ്പോൾ തന്നെ നമുക്കിതോ ഈ അനൗൺസ്മെൻറ്റ് കുറേ മെസ്സേജ് ഇതിൽ വന്നായിരുന്നു, ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്താണ്. ഈ അനൗൺസ്മെൻറ്റിൽ തൊടുക. അനൗൺസ്മെൻറ്റിൽ തൊടുമ്പോൾ തന്നെ അവരിപ്പോൾ കുറേ മെസ്സേജ് ഇട്ടിരുന്നു. ഇതിലിപ്പോൾ ഓൺലി അഡ്മിനാണ് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. അവർ അഡ്മിൻ ഇതിൽ വേറെയാണ്. അപ്പോൾ നമുക്ക് ഈ സംഭവം നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാം. എന്നാലും ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ എത്രയോ ദിവസത്തേക്ക് ഇതിൽ അമർത്തി, ഈ ഗ്രൂപ്പിൽ നമ്മൾ അമർത്തിയപ്പോൾ നമുക്ക് ഇതിങ്ങനെ കാണിച്ചു. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റിലാണ് നമ്മൾ കൊടുക്കുക. ഇവർക്ക് 2 ഗ്രൂപ്പ് ഉണ്ടെന്ന് ഇതിൽ പറയണം. ഒരു എന്തോ ഇങ്ങനെ നമുക്ക് ഈ ആഡ്സ് നോക്കുമ്പോൾ അതിൽ വ്യൂ മെമ്പേഴ്സ് അങ്ങനെ നമുക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ മെമ്പേഴ്സ് ഉണ്ട്. നമുക്ക് അത് അങ്ങനെ നോക്കിയാലും നമുക്ക് ഈ അഡ്മിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ സെറ്റിങ്സിൽ ഓൺലി അഡ്മിൻസ് ആക്കി വെച്ചിരുന്നു. അതിപ്പോൾ കമ്മ്യൂണിറ്റി ചെയ്യുമ്പോൾ അങ്ങനെ ആവും. പിന്നെ നമ്മൾ ഇതിൽ ഗ്രൂപ്പ് വേറെ സെല്ലർ ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പ് 3. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാനോ അത് ഞാൻ ഇപ്പോൾ പറയണതല്ല, ഇതൊക്കെ ഇതിൽ കാണിച്ചു തരിക കേട്ടോ. ഈ അനൗൺസ്മെൻറ്റിൽ തൊടുക. അനൗൺസ്മെൻറ്റിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് അവരെന്തൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് അറിയും. അപ്പോൾ ഇതിലിതാണ്ടാവും, ഈ അനൗൺസ്മെൻറ്റ് ഇൻഫോ കൊടുക്കുക. മേലെ അനൗൺസ്മെൻറ്റ് ഇൻഫോ ഉണ്ടാവും. അത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ടാവും. നമുക്ക് ഇതിൽ എത്ര പേരുണ്ട്, ഇതിൽ ആരും അഡ്മിൻസ് അറിയും. ഒന്നല്ലെങ്കിൽ നമുക്ക് അവർക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കണമെങ്കിൽ അങ്ങനെ അയക്കാം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ മെസ്സേജ് എന്നുണ്ട്. ഈ മെസ്സേജ് ഇത് പോയിട്ട് നമുക്ക് അവരിപ്പോൾ ഓൺലൈനിലാണ്, കണ്ടോ, ഓൺലൈനാണ്. അപ്പോൾ നമുക്കിതിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. എന്നെ ഇതൊന്ന് ഒഴിവാക്കുമെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും മെസ്സേജ് അയക്കാം. അല്ല, ഇതിന്ന് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവണമെങ്കിൽ നമുക്കിതിൽ എക്സിറ്റ് ആവാം. എന്നിട്ട് എക്സിറ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൊടുത്താലും മതി. ഈ എക്സിറ്റ് കമ്മ്യൂണിറ്റിയിൽ കൊടുത്താൽ നമുക്ക് ഇതിന്ന് ഒഴിഞ്ഞു പോവാം. അല്ല, നമുക്കിത് കുറച്ച് ഈ ഗ്രൂപ്പും വേണം, ഇതൊന്നും ഒഴിയാനും പറ്റില്ല, എന്നാൽ അവരെ അറിയാനും പാടില്ല എന്നുള്ള സംഭവത്തിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഗ്രൂപ്പിൽ പോവുക. ഗ്രൂപ്പിൽ പോയതിന് ശേഷം ഈ അനൗൺസ്മെൻറ്റാണ് സംഭവം. ഇതിലിങ്ങോട്ട് തൊടുക. അവർക്ക് വേറെ 2 ഗ്രൂപ്പ് ഉണ്ട്, 3 ഗ്രൂപ്പ് ഉണ്ടാകും. ഓരോ ഗ്രൂപ്പിൽ നമുക്ക് 3ാമത്തെ ഗ്രൂപ്പിൽ നമുക്ക് അതിൽ ആഡ് ആവുന്നും വേണ്ട, അതിൽ വേണമെങ്കിൽ ആഡ് ആവട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അതിൽ തൊടുക. കമ്മ്യൂണിറ്റി ഈ കമ്മ്യൂണിറ്റിയിൽ മനസ്സിലാവുണ്ടല്ലോ, കമ്മ്യൂണിറ്റിയിൽ അനൗൺസ്മെൻറ്റിൽ തൊടുക. അനൗൺസ്മെൻറ്റിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്കതോ ഇവിടെ അനൗൺസ്മെൻറ്റ് ഇൻഫോ എന്നുള്ളതുണ്ട്. അനൗൺസ്മെൻറ്റ് ഇൻഫോ. ഈ അനൗൺസ്മെൻറ്റ് ഇൻഫോയിൽ പോയാൽ നമുക്കിതാണ്ടോ മ്യൂട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട്. മ്യൂട്ട് നോട്ടിഫിക്കേഷൻ നമുക്ക് അവിടെ 8 മണിക്കൂറിനോ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ആൾവേസ് എല്ലായ്പ്പോഴും. പിന്നെ നമ്മൾക്ക് ഇതിൽ വന്നാൽ നമുക്കത് വീണ്ടും ഓണായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കത് ഒരാഴ്ചത്തേക്ക് കൊടുത്തു എന്ന് വിചാരിച്ചോ, അതിൽ ഓക്കെ കൊടുത്തു, കണ്ടോ, അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്നും കൊടുക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് 8 മണിക്കൂറിന് കൊടുക്കുക, ക്യാൻസൽ കൊടുക്കും, ഇത് ഓഫായി കൊടുക്കുക. മ്യൂട്ട് നോട്ടിഫിക്കേഷൻ ഓഫാക്കി. കാരണം നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നാൽ അറിയണ്ടേ, നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഈ സംഭവം ഇവിടെ ഈ ചാറ്റ് ലോക്ക് ഉണ്ടല്ലോ, ഈ ചാറ്റ് ലോക്ക് ഒന്ന് തൊട്ടുകൊടുത്താൽ മതി. അത് പിന്നെ അവിടെ ലോക്കായി. പിന്നെ നമ്മൾ ഫോൺ തുറക്കുന്ന ആ കീപാഡ് ഉണ്ടല്ലോ, ആ ഫോൺ തുറക്കുന്ന കീപാഡ് ഇതിൽ കൊടുക്കുക. ഇപ്പോൾ കണ്ടോ ചാറ്റ് ലോക്ക്, കുട്ടി മാത്രം ഉണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ, അതാണ് ആ സൗണ്ട്. അപ്പോൾ ചാറ്റ് ലോക്കായി. ഇനി നമുക്കിത് എവിടെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ലോക്കായി. ഇനി നമുക്കിത് എവിടെ കാണുമെന്ന് വെച്ചാൽ നമുക്കിത് ബാക്ക് എടുക്കുക. ഇവിടെ ഏറ്റവും മീതെ ചാറ്റ് ഉണ്ടല്ലോ, ഏറ്റവും മീതെ ചാറ്റ്
ഈ ചാറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഗ്രൂപ്പിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, മേലെ ഏറ്റവും ഒരു ഗ്രൂപ്പിൻ്റെ ഐക്കൺ ഉണ്ട്. ഈ ഐക്കണിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് ന്യൂ കമ്മ്യൂണിറ്റി, നമുക്ക് വേണമെങ്കിൽ ന്യൂ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം. ഇല്ല നമുക്ക് ഇതൊക്കെ ലോക്ക് ചെയ്താണ് കേട്ടോ. അതാണ് ഇപ്പോൾ ചക്കര ഇതാ കണ്ടോ, ഇതിൽ ഞാൻ ലോക്ക് ചെയ്ത് വെച്ച സംഭവമാണ് കാണുന്നത്. കണ്ടോ, ഇതിലാണ് ആ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. നമുക്ക് നേരെ ഒന്നും കൂടി ഉണ്ടോ, നമ്മൾ തുറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച എല്ലാ സംഭവങ്ങളും അതിലുണ്ടാവും. നമുക്ക് തുറക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ആ പാസ്വേഡ് ഇടുന്നത്, നമ്മൾ ഫോൺ തുറക്കുമ്പോൾ ഏത് പാസ്വേഡാണ് ഇടുന്നത് ഇടണം, അപ്പോഴാണ് ഇത് ഓപ്പൺ ആവുള്ളൂ. ഇനി അതിൻ്റെ നേരെ സെറ്റിങ്സിൽ പോയിച്ചാൽ ഇത് അനൗൺസ്മെൻറ്റ് ഇൻഫോയിൽ പോയിച്ചാൽ നമുക്കിതുണ്ടാവും ചാറ്റ് ലോക്ക്. അത് എപ്പോഴും ഓണായിട്ട് തന്നെ ഇരിക്കണം, അത് ഓഫായിട്ടൊന്നും ഉണ്ടാവില്ല. എന്നിപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഓഫ് ആക്കണമെങ്കിൽ ഓഫാക്കും ചെയ്യുക. അത് നമ്മൾ നേരെ ഇതിൽ ചെയ്താലും മതി. അതേപോലെ ഞാൻ കുറേ ഗ്രൂപ്പ് ഇതിൽ ചാറ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന്. രണ്ടാമത്തെ ഏണി ഹബ്ബ് ഇതിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും കണ്ടോ. അങ്ങനെ നമുക്ക് ഇതിൽ എല്ലാ കമ്മ്യൂണിറ്റി എല്ലാ സംഭവങ്ങളും ഇതിലെല്ലാം കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പുതിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണണമെങ്കിൽ സബ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ. അതേപോലെ ഇപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലും നമുക്കും കറക്റ്റായിട്ട് അത് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലും നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് അത് ലോക്ക് ചെയ്ത് വെക്കാം. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ എൻ്റെ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ പോവുക, നമ്മളിത് അതിപ്പോൾ ഒരു ഗ്രൂപ്പല്ലേ, ഗ്രൂപ്പ് ഇൻഫോയിൽ കൊടുക്കുക. ഗ്രൂപ്പ് ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതോ ചാറ്റ് ലോക്ക് ഉണ്ടാവും. ഈ ചാറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയ ഗ്രൂപ്പാണല്ലോ, അപ്പോൾ ചാറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് ആർക്കും ഇങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ അഡ്മിൻ ഏതാണ് ചാറ്റ് വെച്ചാൽ അഡ്മിൻ ചാറ്റ് അങ്ങനെയും കൊടുക്കുക. നമുക്ക് ഗ്രൂപ്പ് പെർമിഷൻ കൊടുക്കുക. ഗ്രൂപ്പ് പെർമിഷൻ അപ്പോൾ ആഡ് അതർ മെമ്പേഴ്സ് അത് ഓണാണ്. സെൻഡ് മെസ്സേജ് അത് നമുക്ക് അത് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ സെൻഡ് മെസ്സേജ് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.